പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. സാധാരണയായി പറഞ്ഞു വരുന്നതിനേക്കാളും വ്യത്യസ്തമായ ഒരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് തമ്പാനൂരിനടുത്ത് തന്നെ തൈക്കാട് ഗാന്ധി ഭവനിൽ നമ്മളൊരു പ്രകൃതി ഹോട്ടൽ തുടങ്ങിയ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അവിടേക്ക് ഒരു TV വാങ്ങി. ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം ആരോഗ്യ സൂക്തങ്ങളും ആഹാരം എന്താണ്, ആഹാരത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അങ്ങനെയുള്ള വീഡിയോകളെല്ലാം ഇടാം എന്ന് കരുതി ഒരു TV വാങ്ങി. TV പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഒച്ചയിൽ അത് വയ്ക്കാൻ പറ്റില്ല. ചെറിയൊരു ഒച്ചയിൽ മാത്രം ഭക്ഷണം കഴിക്കാൻ വരുന്നതാണല്ലോ ആളുകൾ. അപ്പോൾ ബോക്സ് ഒരു 4 ബോക്സ് മുന്നിലേക്ക് വെച്ച് കൊടുത്താൽ, കാരണം അല്പം നീളമുള്ള ഹാളാണ്, അങ്ങനെ ഒരു ആംപ്ലിഫയർ സൗണ്ട് സിസ്റ്റം നമ്മളവിടെ വാങ്ങി ഫിറ്റ് ചെയ്തു. അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് അല്പം പ്രയാസമുള്ളതുകൊണ്ട് TV വെച്ച് ഒരു 2-3 മാസം വരെ TV മാത്രം വർക്ക് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ സൗണ്ട് സിസ്റ്റം വെച്ചത്. അപ്പോഴുണ്ട് TV അത് പ്രവർത്തിക്കുന്നില്ല. അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സാംസങ്ങിൻ്റെ TV ആണ്. അപ്പോൾ അവർ പറഞ്ഞു അത് നെറ്റ് കണക്ഷൻ്റെ പ്രശ്നമായിരിക്കും, നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ എവിടെയാണ് ഇരിക്കുന്നത്, അത് അടുത്തേക്ക് കൊണ്ടുവരണം. ഇക്കാലത്ത് ഒരു ഇലക്ട്രീഷ്യനെ കിട്ടണമെങ്കിലുള്ള പ്രയാസമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 2-3 ആഴ്ച എടുത്തു അതൊന്ന് ഇങ്ങോട്ട് മാറ്റി വെപ്പിക്കാൻ. എന്നിട്ടും രക്ഷയില്ല. വീണ്ടും പരാതി അയച്ചു. അപ്പോൾ അവരുടെ ആൾ വന്ന് നോക്കാമെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവർ നോക്കാം, വരാം, ഉടനെ വരാം. വരൽ മാത്രം നടക്കുന്നില്ല. പിന്നീട് ഒരാൾ വന്നു നോക്കിയിട്ട് 1-2 നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. എന്നിട്ടും ശരിയായില്ല. പിന്നീട് വീണ്ടും കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. വീണ്ടും അവർ വന്ന് അതിൻ്റെ ഒരു മോഡം എന്തോ മാറ്റണം, അതിന് 2 ആഴ്ച എടുക്കും. മദ്രാസിലേക്ക് അയച്ച് അവിടെ നിന്ന് വരണം. അതും മാറ്റി വെച്ചു. എന്നിട്ടും നമുക്ക് വേണ്ട രീതിയിൽ ബോക്സിലേക്ക് കണക്ഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു വേറെ ഒരെണ്ണം കൂടെ ഒന്ന് മാറ്റി വയ്ക്കണം. അങ്ങനെ അതും പോയി, തിരിച്ചു വന്നു. 1 മാസം എടുത്തു. എന്നിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ് TV കൊണ്ടുപോകണം. അങ്ങനെ ഇപ്പോൾ 2 മാസത്തോളമായിട്ടുണ്ട് TV കൊണ്ട് അവർ പോയി. ഇപ്പോൾ TV ഇല്ല, നന്നാക്കി കിട്ടുന്നുമില്ല. മേടിച്ച ഉടനെ തന്നെയുള്ള കംപ്ലൈൻ്റാണ്. അതുകൊണ്ട് പുതിയത് തരണം, പുതിയതും ഇല്ല. അതിനിടയ്ക്ക് സാംസങ്ങുകാർ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? പ്രശ്നമൊക്കെ തീർന്നു. TV അവിടുന്ന് പോയപ്പോൾ ഇവർ എന്നെ എടുത്തുകൊണ്ട് പോയപ്പോൾ പ്രശ്നം തീർന്നു എന്നാണ് അവരുടെ വിചാരം. ഇങ്ങനെ കളിയാക്കലാണ്. എങ്ങനെയാണ് ഈ കുത്തകകൾ ഉപഭോക്താവിനെ പുൽക്കൊടിക്ക് സമം ചവിട്ടിയരക്കുന്നത്? അവരുടെ തട്ടിപ്പുകൾ എങ്ങനെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞങ്ങളും TV മാത്രം വെക്കുകയായിരുന്നെങ്കിൽ ഈ കുഴപ്പം അറിയില്ല. അവിടെ നിന്ന് നമ്മൾ ഇവർ പറയുന്ന എക്സ്ട്രാ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്, അങ്ങനെ TV വാങ്ങുന്നവർ കാര്യമായിട്ട് ചെയ്യാറില്ലല്ലോ. ഇപ്പോൾ നല്ലൊരു ശതമാനം ആളുകളും നിങ്ങൾ വാങ്ങിയിരിക്കുന്ന TVക്ക് അവർ പറഞ്ഞിട്ടുള്ള അവകാശവാദങ്ങൾ അനുസരിച്ചുള്ള പ്രോഗ്രാമുകളെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നല്ലൊരു ശതമാനത്തിനും കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ റീഡിങ്. ഏതായാലും ഒരു ഉപഭോക്തൃ കോടതിയുടെ നോട്ടീസ് നമ്മൾ അയച്ചിരിക്കുകയാണ്. അവരെ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇത് ഞാൻ പറയുമ്പോൾ മറ്റൊരു കാര്യം, ഞാൻ ഒരു ദിവസം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഷൂസ് കീറി ഒന്ന് പൊളിഞ്ഞിരിക്കുകയാണ്. അത് ഇത്തിരി കൂടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അതിരാവിലെയാണ്. വെമ്പായത്ത് നിന്ന് കേശവദാസപുരത്തേക്കാണ് പോകുന്നത്. MG കോളേജ് കഴിഞ്ഞപ്പോഴാണ് ഈ ഷൂസ് ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നത്.
അപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി അതൊന്ന് മാറ്റിയേക്കാം. ഇടതുവശത്തായിട്ട് ഒരു ചെരുപ്പ് കട കൊണ്ട് ബാറ്റയുടേതാണ്. കയറി രാവിലെയാണ്, കട തുറന്നതേ ഉള്ളൂ, പല കടകളും തുറന്നിട്ടുമില്ല. ഏതായാലും അവിടെ നിന്നൊരു ഷൂസ് എടുത്തു, അത് വിട്ട് മറ്റത് പാക്കറ്റിലുമാക്കി നന്നാക്കിയെടുക്കാൻ. ഞാൻ തിരുവനന്തപുരത്ത് 1-2 സ്ഥലങ്ങളൊക്കെ പോയി. അവിടെ നിന്ന് വിളപ്പിശാലയ്ക്കടുത്ത് നെടിയവിളയിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ടൈലിൽ കയറിയതല്ല, വീഴാൻ പോയി. ശ്രദ്ധിച്ച് നടക്കാഞ്ഞിട്ടായിരിക്കുമല്ലോ, അതേ 2-3 പ്രാവശ്യവും കൂടെ. അപ്പോൾ മനസ്സിലായി ഈ സാധനത്തിന് ഗ്രിപ്പ് ശരിയായിട്ടില്ല, ആളെ കൊല്ലിയാണ്. വൈകിട്ട് തിരിച്ചു വരുന്ന വഴി കടയിൽ കയറി സാധനം കൊടുത്തു, ഗ്രിപ്പില്ല, ആളെ കൊല്ലിയാണ്, ഈ ചെറിയ ഷൂസ് മാറി തരണം. അവർ പറഞ്ഞു സാർ മാറിയെടുക്കാം. മാറിയെടുത്തപ്പോൾ ഈ ഷൂസിൻ്റെ അത്രയും വിലയില്ലാത്തതാണ് ഞാൻ പിന്നീട് എടുത്തത്. അപ്പോൾ ഷൂസ് എടുത്ത് ബാക്കി കാശ് തരാൻ പറഞ്ഞു. ബാക്കി കാശ് തരില്ല സാറേ. പിന്നെ അത് ഇവിടെയുള്ള എന്ത് സാധനം വേണമെങ്കിലും സാറിന് എടുക്കാം. എനിക്ക് നിങ്ങളുടെ വേറൊരു സാധനം ആവശ്യമില്ല, എനിക്ക് ബാക്കിയുള്ള കാശ് ഇങ്ങ് തന്നാൽ മതി. അത് ഞങ്ങളുടെ പോളിസി അല്ല. അത് നിങ്ങളുടെ പോളിസി അല്ല എന്നുള്ളത് എൻ്റെ പോളിസി അല്ല. എൻ്റെ പോളിസി ബാക്കിയുള്ള കാശ് വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ പറ്റുകയില്ല. ഞങ്ങളുടെ ബില്ലിൻ്റെ പുറത്ത് അത് എഴുതിയിട്ടുണ്ട്. ബില്ലിൻ്റെ പുറത്ത് നിങ്ങൾ പലതൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് ഞാനും നിങ്ങളും തമ്മിൽ വെച്ചുള്ള എഗ്രിമെൻ്റ് ഒന്നുമല്ല. പൈസ തന്നേ പറ്റുള്ളൂ. തരാൻ പറ്റുകയില്ല. ശരി, നിങ്ങളുടെ ചെരുപ്പും വേണ്ട, ഞാൻ അതവിടെ ഉപേക്ഷിച്ച് ഇങ്ങ് പോന്നു. നെയ്യാറ്റിൻകരയിലുള്ള എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ജയചന്ദ്രനെ കൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയപ്പിച്ചു. ഏതായാലും ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ എനിക്കവിടെ നിന്ന് വിളി വന്നു, സാറേ ഷൂസിൻ്റെ കാശ് തിരിച്ചു തരാൻ മോളിന്ന് പറഞ്ഞിട്ടുണ്ട്, ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടത്? എനിക്ക് വേണമെങ്കിൽ നേരെ വന്ന് കൊണ്ടുവന്ന് തരാനൊക്കെ പറയാം, വേണ്ട എന്തിനാണ്. ഏതായാലും തിരുവനന്തപുരത്ത് അടുത്ത പ്രാവശ്യം പോയപ്പോൾ റെനിൽ ആ കടയിൽ പോയി ബില്ലും കൊടുത്ത് കാശും മേടിച്ചുകൊണ്ട് വന്നു. ഞാനിത് പറയുമ്പോൾ എൻ്റെ ശ്രീമതി സൗമ്യയൊക്കെ പറഞ്ഞു, അയ്യോ അതവർ തരില്ല, അവിടെ നിന്ന് നമ്മൾ ഷൂ പോളിഷോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊരു ധാരണ പലർക്കും ഉണ്ട്. അത് ശരിയല്ല. നിങ്ങൾ വാങ്ങിയ ഒരു സാധനത്തിന് ക്വാളിറ്റി ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ വിൽപ്പനക്കാരൻ ബാധ്യസ്ഥനാണ്. അത് നമ്മുടെ പ്രകൃതി ഹോട്ടലിലായാലും എവിടെയാണെങ്കിലും ഉപഭോക്താവിൻ്റെ അവകാശമാണ്. നമ്മുടെ ഹോസ്പിറ്റലായാലും ചികിത്സാരേഖകൾ കിട്ടാനും അതിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ നേച്ചർ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു രീതിയെക്കുറിച്ച് പരാതി പറയുന്നവർക്ക് ഉപഭോക്താവ് എന്ന ബഹുമാനത്തോടെയാണ് നമ്മൾ പരാതികൾ പരിഹരിക്കുന്നത്. അങ്ങനെ വേണം, അത് നിർബന്ധമാണ്, നിർബന്ധമാക്കണം. ഏത് സാധനവും അവരവകാശപ്പെടുന്ന ഗുണനിലവാരമില്ല എങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ പണം തിരിച്ചു വാങ്ങാൻ സാധിക്കണം. അല്ലെങ്കിൽ പുതിയത് തരാൻ നമുക്ക് ഉപഭോക്താവ് എന്ന നിലയ്ക്ക് പ്രാധാന്യത്തോടെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. ഏതായാലും എന്താണ് നമ്മുടെ ടി വിയുടെ ഭാഗത്ത് നടന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുന്ന അജീഷ് നിങ്ങൾക്ക് നൽകും. അടുത്ത ദിവസങ്ങളിൽ എന്താണ് സാംസങ് പരിഹാരം ഉണ്ടാക്കുമോ, അതോ സാംസങ്ങിൻ്റെ കേരളത്തിലെ സെൻറ്ററിൽ, പ്രധാനപ്പെട്ട ഒരു സെൻറ്ററിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സെൻറ്ററിൻ്റെ മുന്നിൽ നേച്ചർ ലൈഫിൻ്റെ പ്രവർത്തകർ ഒരു ദിവസം ഈ ടി വിക്ക് റീത്തും വെച്ച് കുത്തിയിരിക്കണോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ പുറകെ അറിയിക്കാം. ഏതായാലും സാംസങ്ങിനെ പോലുള്ള ഒരു കമ്പനി ഇത്രയ്ക്ക് ഉപഭോക്താക്കളെ പരിഹസിക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ലാത്തതാണ്. തിരുവനന്തപുരത്തെ പ്രഗത്ഭനായ അഭിഭാഷകൻ ഡോക്ടർ എസ് രാജശേഖരൻ നായർ സാംസങ്ങിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്താണ് അവരുടെ പ്രതികരണമെന്ന് നമുക്ക് കാണാം. ഞാൻ നിങ്ങളെ അത് അറിയിക്കാം. അജീഷിനെ നിങ്ങൾ തുടർന്ന് കേൾക്കുക. ഒരു സാംസങ് TV ബുക്ക് ചെയ്തതിൻ്റെ ഒരു
കാര്യമാണ് പറയാനുള്ളത്. ഞാനൊരു കഴിഞ്ഞ ജൂലൈ 17 ഫ്ലിപ്കാർട്ടിൽ സാംസങ് ഒരു TV ഓർഡർ ചെയ്തത്. തിരുവനന്തപുരം ഗാന്ധി ഭവന് വേണ്ടിയാണ് ഓർഡർ ചെയ്തത്. 20-നാണ് അത് ഡെലിവേർഡ് ആയിട്ടുള്ളത്. അത് ഇൻവോയ്സ് ഇതിലുണ്ട്. ഡേറ്റിൽ ചെറിയ ഒരു ദിവസം വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അതിനുശേഷം അന്ന് മുതൽ ഇത് കംപ്ലൈന്റ് ആണ്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ മറ്റ് TV വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലെ വയർലെസ്, ബ്ലൂടൂത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതിന് എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഒരു എക്സ്റ്റേണൽ ഒരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനും എല്ലാം നോക്കിയിരുന്നു. അപ്പൊ ഇതിനെല്ലാം പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അവസാനം ഒരു ടിക്കറ്റ് റൈസ് ചെയ്തു ഔദ്യോഗികമായിട്ട്. സാംസങ്ങിന്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ടിക്കറ്റ് റൈസ് ചെയ്തു. ഒരു സപ്പോർട്ട് കോളിന് ആവശ്യപ്പെട്ടു. അത് അത് അതിനെ തുടർന്ന് അവരൊരു നമുക്കൊരു ഇതൊക്കെ തന്നു. എന്ന് വെച്ചാൽ അവർ ഒരു ടിക്കറ്റ് ഐഡിയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നു. പിന്നെ അവരുടെ ഒരു സർവീസ് ആള് നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്തു. അവിടുന്ന് ഒരു സ്റ്റാഫിനെ വിട്ടു. അവര് 2-3 പ്രാവശ്യം നോക്കി, പല രീതിയിലൊക്കെ നോക്കി, പരാജയപ്പെട്ടു. നമ്മളോട് തന്നെ റീസെറ്റ് ചെയ്യാനും എല്ലാം ആവശ്യപ്പെട്ടു. അതെല്ലാം പരാജയപ്പെട്ടിട്ട് അവർ വന്നു. അതിനുശേഷം അതിന്റെ ബോർഡ് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് അവരെടുത്തുകൊണ്ട് പോയി പകരം ബോർഡ് റീപ്ലേസ് ചെയ്യുകയോ അങ്ങനെ ചെയ്തതിന് ശേഷം ആ വൈഫൈ കണക്ട് ആവുന്നുണ്ട്. പക്ഷെ പിന്നീട് ബ്ലൂടൂത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ആവുന്നില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പരാതി നമ്മൾ അവിടെ വന്നതിന് ശേഷം ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അവിടെ വന്ന സർവീസ് എഞ്ചിനീയറെ തന്നെ വിളിച്ചു പറയുകയും എല്ലാം ചെയ്തു. കാരണം ഇത് സാംസങ്ങിന്റെ ഒഫീഷ്യൽ മറ്റേ ഇതിലേക്ക് ടിക്കറ്റ് റേസ് ചെയ്ത് പോവുക എന്ന് പറയുന്നത്, ടിക്കറ്റ് റേസ് ചെയ്ത് ഇവിടെ നിന്ന് ഒരാൾ അവരാദ്യം അവിടെ നിന്ന് ബുക്ക് ചെയ്തതിനു ശേഷം പിന്നെ ഇവിടെ നിന്ന് ഒരാൾ വിളിച്ച് അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ട് ഇത് ചെയ്യുള്ളൂ. അപ്പൊ ഇവർ തന്നെ മാറ്റി വെച്ചതായതുകൊണ്ട് അതിനെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാൻ നേരെ സർവീസ് എഞ്ചിനീയർ വിളിച്ചു. അവരെന്നിട്ട് 2-3 പ്രാവശ്യം കഴിഞ്ഞ് വരികയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അവര് ഇതുകൊണ്ട് മാറുന്നില്ല, വേറെ ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പോയി. പിന്നെ അവരുടെ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ഒരു ടിക്കറ്റ് ഇതിനു വേണ്ടി, അതായത് ഒരു സപ്പോർട്ട് കോള് സാംസങ്ങിന്റെ ഒഫീഷ്യൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നമ്മളത് ബുക്ക് ചെയ്തു. എന്ന് വെച്ചാൽ ഈ പ്രശ്നമുണ്ട് എന്നുള്ളത് ബുക്ക് ചെയ്തു. ആദ്യം അവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടിക്കറ്റിന്റെ സ്റ്റാറ്റസ് നമുക്കൊരു മെസ്സേജ് വരികയും അതിനകത്ത് നമ്മൾക്ക് ആ ടിക്കറ്റിന്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പൊ ഒരു 2 ദിവസമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും കേൾക്കാതിരുന്നതുകൊണ്ട് ആ ടിക്കറ്റിന്റെ സ്റ്റാറ്റസ് ഓൺലൈനായിട്ട് ഒന്ന് അതിനകത്ത് കയറി നോക്കിയപ്പോൾ ഇവരിത് സോൾഡ് ആണെന്നും പറഞ്ഞ് അങ്ങ് ക്ലോസ് ചെയ്യുക ചെയ്തത്. 354 രൂപ നമ്മൾ അടച്ചു എന്നോ അങ്ങനെ എന്താ പറഞ്ഞ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വാറന്റിയിലിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഓൾറെഡി പെയ്ഡ് ഒരു സർവീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വാറന്റിയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെന്നും നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ലെന്നും ഒരു എഞ്ചിനീയറെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ലെന്നും ഇത് എസ്കലേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് വീണ്ടും സാംസങ്ങിൽ വിളിച്ച് അപ്പോൾ അവർ പുതിയൊരു ടിക്കറ്റാണ് തന്നത്, ഇത് എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്തത് അവർ ചെയ്തത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ഞാൻ ഈ പറയുന്നതെങ്കിലും ഇത് ഓരോ കാര്യങ്ങളും അവരതിന് റെസ്പോണ്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് ഒരുപാട് ഡിലേ ഉണ്ട്. അതായത് ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ അത് വിളിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ചെയ്യുന്നത്. കുറേ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് ഈ നമ്മളുടെ TV എടുത്തുകൊണ്ട് പോയി ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് TV എടുത്തുകൊണ്ട് പോയി. അതും കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് സാംസങ്ങിന്റെ ഇവിടെ നിന്നും നമ്മുടെ ഇവിടുത്തെ സർവീസ് സെന്ററിൽ നിന്ന് കോൾ വരുന്നു. TV നമ്മുടെ കയ്യിലില്ല, കൊണ്ടുപോയിരിക്കുകയാണ്. വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ സർവീസിൽ ഹാപ്പിയാണോ? ഇപ്പം നിലവിലുണ്ടായിരുന്ന ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്ന് വെച്ചാൽ ഇവര് സർവീസ് ചെയ്ത് കഴിഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ട് അവരുടെ അടുത്ത കോളാണ്. അപ്പോൾ അതില് ഇത് TV പോലും നമ്മളുടെ കയ്യിൽ തന്നിട്ടില്ലെന്നും ഇത് നിങ്ങളുടെ കയ്യിലാണെന്നും എപ്പോൾ നിങ്ങൾ ഇതിന് മറുപടി പറയുമെന്ന് ചോദിച്ചാൽ അവരെ ഇപ്പൊ പറയും ഇന്ന് തന്നെ സാറിന് വിളിക്കും എന്ന് പറയും. ഇത് എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്. അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നാണ് ഇതിന് റെസൊല്യൂഷൻ തരുന്നത്, ഇതിന് മറുപടി എന്നാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ പറയും സാറിന് ഇന്ന് തന്നെ സാറിന് വിളിക്കുമെന്ന് പറയും. ഇന്ന് തന്നെ വിളിക്കുമെന്നുള്ളത് എല്ലാ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്ന് പോയിട്ട് അതിന് ശേഷം ഒരു തവണ പോലും അവർ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും മോശമായിട്ട് ഒരു സർവീസ് ചെയ്തിട്ട് ഈ സാംസങ് പോലൊരു കമ്പനി ഇവിടെ നിലനിൽക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെയാണോ? സാംസങ്ങിന്റെ ഫോണുകളും ഇതും എല്ലാം ഇഷ്ടംപോലെ തവണ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണല്ലോ ഈ പ്രശ്നം. ഈ സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇതിനാണല്ലോ. അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഈ സർവീസ് സെന്ററൊക്കെ പൂട്ടിയിട്ട് സെയിലിന് മാത്രം ഇത് വെച്ചാൽ മതിയല്ലോ. നിങ്ങൾ റീപ്ലേസ് ചെയ്തെങ്കിലും തരാമായിരുന്നു. ഒരു സംഭവം ഇതുവരെ നടത്തിയിട്ടില്ല. ഇപ്പം 8 മാസം അങ്ങാണ്ടായി ഇത് വാങ്ങിച്ചിട്ട്, ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. 3-4 മാസം കൂടെ കഴിഞ്ഞാൽ അതിന്റെ വാറന്റി കഴിയും.
ഇതിനി എന്നാണ് ഉപയോഗിക്കാൻ കിട്ടുകയെന്നോ എന്താണെന്നോ, എന്ന് കിട്ടും എന്നുള്ള, ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല പരാതി, എന്ന് കിട്ടും, എപ്പോൾ കിട്ടും, ഇത് കിട്ടുമോ അതുപോലും പറഞ്ഞിട്ടില്ല.